അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹീസ് ആൻഡ് മെയ്ഡ്. ഇന്ന് ഞങ്ങൾ പോം പോം എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അതിന് ഞാനിന്ന് പോം പോം ഉണ്ടാക്കുന്നത് പോം പോം മേക്കറിലാണ്. ഇതാണ് പോം പോം മേക്കർ. ഇത് ഞാൻ പോന്നി ക്രാഫ്റ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് പോന്നീൻ്റെ ആണ്. അപ്പോൾ ഞാൻ അവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. 35 റുപ്പീസ് സംതിങ് ആണ് ഉണ്ടായത്. ഇപ്പോൾ അല്ല, 2017-18 ആണ് ഞാൻ വാങ്ങിച്ചത്. ഇതിങ്ങനെ വലിച്ചാൽ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. 2 ടൈപ്സ് ഉണ്ട്. അതിൽ ഒന്ന് കാലിങ്ങനെ റൗണ്ട് മാത്രം, പിന്നെ ഒന്നിങ്ങനെ എടുക്കാൻ പറ്റുന്നത്. അതാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഒരു ഷാർപ്പ് സീസർ, പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയ കളറിൽ ഇപ്പോൾ ഞങ്ങൾ വലിയ സൈസിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയാൽ ഇത് ഇങ്ങനെ ഒരു ഇങ്ങനെ കാണുന്നതൊക്കെ ഇതാണ് ഇൻസൈഡ്, ഉള്ളിൽ സൈഡ്. ഇതാണ് പുറത്തെ സൈഡ് ഞങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, ഞാൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ രണ്ട് ഇങ്ങനെ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഈ ബ്ലോക്സ് പോലെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സെപ്പറേറ്റ് ചെയ്തു. ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതും ആവുന്നുണ്ട്, ഇതിന് ഇങ്ങനെ ഓപ്പോസിറ്റ് ഇതിനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം, ഓപ്പോസിറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിങ്ങനെ കിട്ടും. ഇതൊരു സ്ലൈഡ് ഇങ്ങനെ കിട്ടും നോക്കിയാൽ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ഇതും ഇങ്ങനെ. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഇതിലേക്കാണ് റാപ്പ് ചെയ്യാൻ പോകുന്നത്. ഞാൻ റാപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. ഇതിങ്ങനെ പിടിച്ചിട്ട് ഞാൻ സ്റ്റാർട്ടിങ് ഇതിൻ്റെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് പിടിക്കാം. നോട്ടൊന്നും ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് റാപ്പിംഗ് ആണ്. ഒന്ന് ചുറ്റി കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനിങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എത്തി. ഇനി ഞാൻ തിരിച്ചിങ്ങനെ പോകുന്നു. ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേ വരാം. ഫുള്ള് ഇങ്ങനെ ഫില്ല് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഓൾമോസ്റ്റ് മിഡിൽ ഭാഗം ഫില്ലായി. ഇതിൻ്റെ ഇവിടെ ഒന്നും റാപ്പ് ചെയ്യാൻ പാടില്ല. ഇത് കാണുന്നുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ഇവിടെ ക്ലോസ് ആവാനായി. സോ ഞാനിവിടെ നിർത്തി ഇങ്ങനെ കട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ഓപ്പോസിറ്റ് സൈഡിന് ഞാൻ എടുക്കുന്നു. പിന്നെ രണ്ടിലാണ് റാപ്പ്. അപ്പോൾ ഞാനിതിന് ഇതേ സെയിം മെത്തേഡിൽ റാപ്പ് ചെയ്യാൻ പോകുന്നു. ഇത് ഈ സൈഡാണ്. നോക്കാൻ ശ്രദ്ധിച്ചിട്ട് സ്ലൈഡ് ഉണ്ടാവുന്ന പിന്നെ ഇതിനെയും റാപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ എൻ്റെ സെക്കൻഡ് വണ്ണും റാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് സെയിം ക്വാണ്ടിറ്റിയിൽ നോക്കുക, ഒരേപോലെ ഇരിക്കാൻ ശ്രമിക്കുക. അതിനെ കട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഇതിനെയും ഇത് ഇവിടെ ഒരു ഹോൾ ഉണ്ടല്ലോ, ബ്ലോക്സ് പോലെ, ഇതിനെ ഇന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇത് കട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഷാർപ്പ് സീസർ യൂസ് ചെയ്യണം. പിന്നെ ഇതിന് ഇത് ലോക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പിടിക്കാൻ ശ്രമിക്കുക. ലോക്കുള്ളത് പോം പോം കിട്ടുന്നുണ്ട്, പക്ഷെ ഞാൻ്റെ ലോക്കില്ല. ഇതിൻ്റെ മിഡിലായിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ലോങ് ടൈലുള്ള ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഇതിനെ കട്ട് ചെയ്യാൻ പോകുന്നുണ്ട്.
ശ്രദ്ധിക്കുക, ഇങ്ങനെ പിടിക്കുക, രണ്ട് മുകളിലായിട്ട് പിടിക്കുക. പിന്നെ ഞങ്ങൾ സീസർ ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോവാം കട്ട് ചെയ്യാൻ. ഇപ്പം ഞാൻ ഇങ്ങനെ പോയിട്ട് എടുക്കുന്നുണ്ട്, ഇതിനിവിടെ കട്ട് ചെയ്യും. ഇത് എത്ര ഷാർപ്പുണ്ടോ അത്ര ഈസിയാവും നിങ്ങൾക്ക്. കട്ട് ചെയ്തുകൊണ്ട് പോവാം. അപ്പോൾ ഈ ലോക്കിനൊന്ന് ശ്രദ്ധിക്കുക, ഞാൻ പിടിച്ച് വെക്കാം. ഇത് പോവാത്ത പോലെ ഞാൻ പിടിക്കണം, ഇല്ലെങ്കിൽ അത് ഊരിപ്പോകും. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു, ഇപ്പോൾ കാണാം നിങ്ങൾക്ക്. പിന്നെ ഇവിടെ ഇപ്പോഴും ലോക്കിൽ തന്നെ ഉണ്ട്, ശ്രദ്ധിച്ച് പിടിക്കുക. ഇപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഫുള്ള് ഇങ്ങനെ കട്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്ത യാനിനെ ഞാൻ ഇതിൻ്റെ മിഡിലായിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇങ്ങനെ എടുത്ത് ഇപ്പം ഞാൻ നോട്ട് ചെയ്യുന്ന 1 നോട്ടാണ്, സിംഗിൾ നോട്ടാണ് ഫസ്റ്റ് ഇടുന്നത്. ടൈറ്റ് ചെയ്ത് നോട്ട് ചെയ്ത് പിന്നെ ഞാൻ ഇങ്ങനെ ഇതിനെ തിരിക്കുന്നു, ഇത് റാപ്പ് ചെയ്തു വൺ സൈഡ്. പിന്നെ ഞാൻ ഇതിനെയും റാപ്പ് ചെയ്തു, 2 തവണ റാപ്പ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഞാൻ 2 നോട്ടാണ് ഇടാൻ പോകുന്നത്. 1 നോട്ട് ഇട്ട് ടൈറ്റ് വലിച്ച് ഇനി ഒരു റാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇപ്പർ സൈഡ് വന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ 2 നോട്ട് ഇടും. 2 നോട്ട് എപ്പോഴും ലാസ്റ്റാണ് ഇടേണ്ടത്, ഫസ്റ്റത്തെ നോട്ട് സിംഗിൾ നോട്ടാണ് ഇടേണ്ടത്. ഓക്കെ, ഞാൻ നോട്ട് ചെയ്തു. അപ്പോൾ നോട്ടൊക്കെ ചെയ്തു ഞാനിതിനെ എടുക്കാൻ പോകുന്നു. ഇതിനെ എടുക്കാം. ഞങ്ങൾ പോം പോം കിട്ടി. ഇതിനൊന്ന് ഇങ്ങനെ, ഇത് എന്താണ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ യാൻ വേസ്റ്റ് ആവില്ല. ഈ ഞങ്ങളിത് ചെയ്യുന്നത് പോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള പോം പോം കിട്ടി. പിന്നെ ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, പക്ഷെ വേണമെങ്കിൽ അവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തിട്ട്. എനിക്ക് ഈ ഷേപ്പിൽ കുഴപ്പമൊന്നുമില്ല. സോ നിങ്ങൾക്ക് വേണ്ടിയതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പോം പോം റെഡിയായി.